കടലും കടലമ്മയും കടപ്പുറവും ഒക്കെ എല്ലാവർക്കും ഒരു ഹരമാണല്ലേ. ഹായ് എവരിവൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. കണ്ണൂർ സ്റ്റോറീസിലെ അവസാനത്തെ വീഡിയോ ആണിത്. ബീച്ച് റിസോർട്ട് ബുക്ക് ചെയ്തപ്പോൾ തന്നെ ഒരു സായാഹ്നം ദേവുവിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് ഞങ്ങൾ നേരത്തെ വിചാരിച്ചിരുന്നതാണ്. എല്ലാ കുട്ടികളെയും പോലെ തന്നെ ദേവുവിനും ബീച്ച് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മഴയുള്ള സമയമായിട്ടും ഒരു വലിയ കുടയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ചാലാട് ബീച്ചിൻ്റെ അങ്ങ് തെക്കേ അറ്റത്ത് എവിടെയോ ആണ് ഞങ്ങൾ ഇറങ്ങിയത്. തിരമാലകൾ കണ്ടപ്പോൾ തന്നെ ദേവു ഹാപ്പിയായി. അത്രയും നേരം കൈ പിടിച്ചുകൊണ്ട് നടന്ന ആള് പിന്നെ ഫ്രീ ആയി നടക്കാൻ തുടങ്ങി. പിന്നെ കളികളായി, വരകളായി, മണലിൽ കളിയായി. ദേ ഒരു നക്ഷത്ര മത്സ്യം, ദേണ്ടേ വേറൊരെണ്ണം കൂടെ. ഞങ്ങൾ ഇവിടെ കണ്ട ഒരു കൗതുകകരമായ കാഴ്ച ഇതായിരുന്നു. കുറേ പേർ ചേർന്ന് കടൽ തീരത്ത് നിന്ന് വലയിട്ട് മീൻ പിടിക്കും. സാധാരണയായി വള്ളത്തിൽ പോയി വല വീശി മീൻ പിടിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ബീച്ചിൽ നിന്ന് വല വീശി പിടിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുപോലെ മീൻ പിടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. വല കരക്കടുപ്പിച്ചപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസിലുള്ള മീനുകളൊക്കെ കിട്ടി. അതിൽ നിന്ന് പ്രോൺസും ക്രാബും ഒക്കെ മാറ്റിവെച്ച് വളരെ ചെറിയ മീനുകളെയൊക്കെ അവർ കടലിലേക്ക് തന്നെ വലിച്ചെറിയുന്നുണ്ട്. ഇങ്ങനെ പലതവണ വല വീശി പിടിച്ച് ഒരു ചാക്ക് നിറയെ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ബീച്ചിൽ വന്നാൽ എന്തെങ്കിലും കഴിക്കാതിരുന്നാൽ എങ്ങനെയല്ലേ? അപ്പോൾ ഒരു ടീ ഷോപ്പ് അന്വേഷിച്ചാണ് ഞങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കൂട്ടായി ഒരു നായയും ഉണ്ട്. ചെറുപ്പം തൊട്ടേ ബാംഗ്ലൂരിൽ നിന്ന് ദേവു നായയെ കണ്ടു വളർന്നതുകൊണ്ട് അവൾക്ക് യാതൊരു പേടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തിര വന്ന് പേടിച്ച് പുറകോട്ട് വന്ന നായയെ ദേവു മുന്നിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫൈനലി ഒരു ടീ ഷോപ്പ് കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത് കല്ലുമ്മക്കായ റോസ്റ്റാണ്. പിന്നെ പോക്കറ്റ് ഷവർമയും കട്ട്ലറ്റും ചിക്കൻ റോളും ഒക്കെ വാങ്ങിച്ചു. കടൽ തീരത്തിരുന്ന് ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. ഫുഡ് കഴിച്ചു കഴിയാറായപ്പോഴേക്കും നല്ല മഴക്കാർ വരുന്നുണ്ടായിരുന്നു. കയ്യിൽ കുടയുണ്ടായിരുന്നെങ്കിലും തിരിച്ചു റിസോർട്ടിൽ എത്തിയപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും നനഞ്ഞു കുളിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ അടുത്തൊരു ട്രിപ്പ് വീഡിയോ ആയി വീണ്ടും കാണാം.